ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്തുള്ള തൃപ്പലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ്റെ ക്ഷേത്രമാണിത്. ഇവിടെ നമുക്ക് മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത അപൂർവമായ ഒരു ആചാരമാണ് ഇവിടെ. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകമായ ഒരു ആചാരം എന്ന് പറയുന്നത്, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നും കാവടിയാട്ടം നടത്താറില്ല. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലാണ് കാവടിയാട്ടത്തിൻ്റെ മഹത്വം ഉള്ളത്, നടത്തുന്നത്. ഇവിടെ നൂറ്റാണ്ടുകളായി നടത്തി വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തരത്തിലുള്ള പല രൂപത്തിലും പല വലിപ്പത്തിലുമുള്ള കാവടിയാട്ടം ഇവിടെ നടത്താറുണ്ട്. അഗ്നിക്കാവടി ഒഴിച്ച് ബാക്കി എല്ലാ കാവടികളും ഇവിടെ നടത്താറുണ്ട്. അതെല്ലാം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നുമുള്ള നേർച്ചകൾ നടത്തുന്ന കാവടികളാണിതെല്ലാം. 41 ദിവസത്തെ കഠിന വ്രതമെടുത്താണ് ഇവർ ഈ കാവടിയാട്ടം നടത്തുന്നതും കാവടി തോളിലേറ്റുന്നതും. ഇവിടുത്തെ ഓരോ കാവടിക്കാർക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണമാണ് അവർ 41 ദിവസവും കഴിക്കുന്നത്. പാൽ കാവടിക്കാർ പാല് സംബന്ധമായിട്ടുള്ള ഒരു ഭക്ഷണവും അവർ കഴിക്കാറില്ല. തൈരോ മോരോ പാലോ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കില്ല. ഭസ്മ കാവടിക്കാർ ഭസ്മം ധരിക്കാൻ പാടില്ല, ചന്ദനം ധരിക്കാൻ പാടില്ല, പെർഫ്യൂമുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അന്നക്കാവടിക്കാർ അന്നമായ ഭക്ഷണങ്ങൾ, ചോറോ അരിയോ കഞ്ഞിയോ അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. 41 ദിവസം അങ്ങനെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് ഈ അമ്പലത്തിൻ്റെ കലവറയിൽ അവർക്ക് ഒരുക്കുന്നത്. ഇവിടെ തന്നെയാണ് അവർ 90% ആൾക്കാർ ഇവിടെ തന്നെയാണ് ഈ 41 ദിവസവും അമ്പലമായിട്ട് ചുറ്റിപ്പറ്റി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ, എല്ലാം വെറൈറ്റി കാവടികളാണ്. ഇന്നിപ്പോൾ രാവിലെ അവിടെ കാവടി നിറയ്ക്കുവാണ്. കാവടി നിറച്ച ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ള ദേവീക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടുന്നാണ് കാവടി തുള്ളി ഇവിടേക്ക് വന്ന് കയറുന്നത്. അതൊരു മനോഹരമായ കാഴ്ച എന്ന് വെച്ചാൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച കൂടി ഞാൻ നിങ്ങളെ ഇതിന് പിന്നാലെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ കാവടിയുടെ വ്യത്യസ്തമായ രൂപങ്ങളും ഇതും നമുക്ക് നേരിട്ട് കാണേണ്ടതാണ്. അത് അങ്ങേയറ്റം നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും കുളിർമയേകുന്ന ഒരു കാഴ്ച കൂടിയാണ്. കാവടി തുള്ളി വരുന്ന ഭക്തജനങ്ങൾക്കും ഭക്തർക്കും ഒക്കെ ഇവിടെ ഇന്ന് 8 കൂട്ടം കൂടുന്ന പുഴുക്കാണ് ഇവിടുത്തെ പ്രധാന അന്നം. അതും കഴിച്ച് ഇന്നത്തെ ഇവിടുത്തെ കാവടിയാട്ടം തീരുന്നതോടുകൂടി ഇവിടുത്തെ ഉത്സവം സമാപിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.